എടാ ഇത് ഞാൻ കണ്ടാ ദേവൂട്ട് ഇത് ഒരെണ്ണം മേടിക്കണം. ഇത് ദേവൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ റീല് കണ്ടായിരുന്നു. ഇത് ദേവൂട്ടിന് ഇത് ഒരെണ്ണം മേടിച്ചു കൊടുക്കണോടാ. ഇത് അവന് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അത് കണ്ടപ്പോ തൊട്ട് വേണം 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു സാധനല്ലേ ഇത്. പവർ നോക്കടാ. ഇതൊന്നും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും വരൂലടാ. ഇതൊക്കെ അവിടെ പുറത്തൊക്കെ ഉള്ളടാ, ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉള്ളു. BMW അപ്ഡേറ്റ്, മരതകം ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാം മരതകത്തിന്റെ കാര്യങ്ങളും പാർട്സ് എല്ലാം വന്നു ഗൈസ് ഉടനെ. വിനീത് കുറച്ച് നാളായിട്ട് അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് നാളായിട്ട് പയ്യനെ ഉറങ്ങി കിടക്കുമല്ലേ. ഇപ്പൊ MRCയുടെ പുതിയ ഓഡിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പ്രീവാർ ജയിച്ചോ ഇനീഷ്യലി ജയിച്ചോ അതൊന്നല്ല നമ്മുടെ സിറ്റിയിൽ നോക്കുക, വാർ ആര് ജയിച്ചു. അറ്റ് ദ എൻഡ് നമ്മളൊരു ടൂർണമെന്റോ അല്ലെങ്കിൽ നിങ്ങളൊരു മാച്ചോ അല്ലെങ്കിൽ നിങ്ങൾ IPL അത് കണ്ടു കഴിഞ്ഞാൽ സെമിയിൽ ആര് ജയിച്ചു, ക്വാർട്ടർ ഫൈനൽ ആര് ജയിച്ചു എന്നല്ല നോക്കുക, ഫൈനല് കപ്പ് ആര് തൂക്കി. മണിയൊക്കെ ഇങ്ങനെ വീട്ടിൽ പോയാൽ കൊടുത്താൽ മതി, ഇവിടെ കൊടുക്കത്തില്ല. ഇതുപോലത്തെ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടായിരുന്നു നീലന്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റേഡിയോ എടുത്ത് നോക്കടാ, റേഡിയോ എടുത്ത് നോക്കടാ ആരാണോ. എന്റെ പൊന്നോ, ഈ രണ്ട് ഡയലോഗ് ഇത് അടിച്ചിട്ട് പറയാം. മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി. പിന്നെ ഈ എടാ എന്താ ഇവർ ഈ പ്രീവാർ ഇമ്പോർട്ടന്റ് എന്തുകൊണ്ട് എന്താ പറയണെന്ന് അറിയോടാ നിനക്ക്? 25 കണ്ണല്ലേ പ്രീവാർ തോക്കുമ്പോ പോണത്. അപ്പൊ അഡ്മിൻ ലൈവിൽ പറഞ്ഞെന്ന്, ഒരു ഗ്യാങ്ങിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ, ഗ്യാങ്ങിന്റെ അസറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്രീവാർ തോക്കുമ്പോ 25 കണ്ണ് പോകും. അസറ്റ്സ് വൈസ് ഒരു ഗ്യാങ്ങിന് നഷ്ടം അതാണെന്ന്. അത് കേട്ടിട്ടാണടാ ഇവരെല്ലാം, ഇവർക്ക് പിള്ളേർക്ക് ഇപ്പോഴും അത് മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇവര് കുറച്ചാൾ നല്ല ആയുള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളത് ഓഡിയൻസ് അഡാപ്റ്റീവായി വരും കഴിച്ച്. ഞാൻ പറയാം അടിച്ചിട്ടോ, ഞാൻ ലൈവ് കാണാൻ വേണ്ടി നോക്കുകയാണേ. ഇവൻ അടിച്ചോ? നല്ല അടിയുണ്ട്, അടിയുണ്ട് ഇവിടെ, നല്ല അടി. പണ്ടേ കൊട്ടാവാസനും കൂടെ എടുത്തായിട്ട് വണ്ണ അത്രേ ഉള്ളൂ. നീ ചുമ്മാ ഇരുന്നേ, നീ ചുമ്മാ ഇരുന്നേ വെറുതെ പച്ച മുഖം പറഞ്ഞിരിക്കണ. പോട്ടെ പോട്ടെ, ഇതൊക്കെ അവരുടെ സന്തോഷങ്ങളല്ലേ. അവര് സന്തോഷിക്കട്ടെ. നമുക്ക് വെറുതെ നിനക്ക് അങ്ങനെ ഒരു മൊമെന്റ് കാണാൻ എന്തേലും ഭാഗ്യം ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ ഒരു PO നീ പറഞ്ഞതുപോലത്തെ ആഗ്രഹം കാണാൻ. ടാക്സ് സമ്മൺ എനിക്ക് വേണം ഇത്. അയ്യോ എനിക്ക് വേണം കോച്ചിത്. എനിക്ക് ഇപ്പോഴാണ് ഇതിന്റെ ആവശ്യം. ഈ അടുത്തായിരുന്നു എനിക്കിത് ആവശ്യം. സത്യം പറഞ്ഞ ഇത് എവിടെ കിട്ടുന്നത്? ഇത് എവിടെന്നേലും പറഞ്ഞ എനിക്ക് തെറ്റി തരണേ കേട്ടാ. The movie has a lot of laughs, but this scene is different. ബ്രോ അവര് ഇച്ചിരി ലഹരി നുണയട്ടാ. അത് കഴിഞ്ഞ എന്റെ ആളിയാ. അധികം സാധനങ്ങൾ പ്ലേ ചെയ്യാനല്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ട, അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ പ്ലേ ചെയ്തിട്ട് കൊണ്ടുപോകും കേട്ടോ. ഓലല്ല അത് മര്യാദക്കൊന്ന് കാണിക്കാതെ ട്രാൻസിഷൻ ഇല്ലാതെ. കൊള്ളാം, അടിപൊളി 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 അടിപൊളി. അണ്ണാ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ. കാട്ടാക്കട என்னம்மா கண்ணு சொல்லம்மா கண்ணு என்னம்மா கண்ணு சௌக்கியமா
അമ്മമ്മ കണ്ണ് എന്നമ്മ കണ്ണ് സൗന്ദര്യം എണീറ്റ് പോയണ എന്നമ്മ കണ്ണ് നോ ലോജിക് ഓൺലി മാഡ്രസ്. അവന്മാരുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഇതൊക്കെ വെച്ച് ചെയ്തതല്ലേ, പക്ഷെ കുഴപ്പമില്ല. അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷയ്ക്ക് എഴുതിയപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഫുൾ പാസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കൂടി 9ൽ പഠിക്കാൻ മലയാളം മീഡിയം. ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട വന്നു, മലയാളത്തിൽ പഠിക്കാൻ. അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല, ഫുൾ അക്ഷരത്തിൽ. എടാ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് പേരുണ്ടോ ഇപ്പോഴും. ഇംഗ്ലീഷ് അറിയാൻ പക്ഷെ മലയാളം അറിയാത്ത എഴുതാനും വായിക്കാനും. സീക്കവിനാണല്ലേ പുള്ളി ഇപ്പൊ കളിക്കുന്നില്ലടാ. അപ്പൊ നേരത്തെ പുള്ളി ഫോട്ടോഗ്രാഫർ. ഫുട്ബോൾ കംപ്ലീറ്റ്ലി നിർത്തിയോ? അത് കൊറേ നാളെ നിർത്തിയിട്ട് എനിക്ക് ഫുട്ബോൾ ഫോളോ അപ്പ് ചെയ്യാത്തോണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് ഫുട്ബോൾ കാണത്തില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും ക്രൗഡ് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്ന കൊച്ചിയില് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് ഈ ഒരു മാനേജ്മെന്റ് ആണ്. ഇത് ഉടനെ മിക്കവാറും ഈ വർഷത്തെ പോലെ ആണെങ്കിൽ ഇത് ഉടനെ CSKക്ക് ഇത് തന്നെയായിരിക്കും വരാൻ പോണ അവസ്ഥ. ഞാൻ ഈ ഇടയ്ക്ക് ഇതിന്റെ കണ്ടായിരുന്നു, മറ്റേ മഞ്ഞപ്പട ഒഫീഷ്യലി ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും എല്ലാം ഇതുപോലത്തെ മൂഞ്ചിൽ കിട്ടിയാണ് ഒരു ടീം വെറുതെ നശിപ്പിച്ച്. IPL പണ്ട് free kick was so beautiful the free kick was so beautiful that even the defenders enjoyed it. ഇത് മെസ്സി അല്ലേ നമ്പർ 10 ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഓപ്പോസിറ്റ് ടീം ആരാ? ഓപ്പോസിറ്റ് ടീം ഇത് വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ട് എനിക്ക് ഓപ്പോസിറ്റ് ടീം ആരാ? ഓപ്പോസിറ്റ് ടീം ഇത് വെസ്റ്റ് ഇൻഡീസ്. ഇത് ഗോൾ ഇതെങ്ങനെ ഗോൾ ഇവിടെ ഇതുവഴിയല്ലേ പോയത്? അതാ അത് എന്റെ ആരാ ഈ ലോകം മൊത്തം എതിരെ നിന്നാലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ മിഥുനണ്ണൻ. ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ചന്ദ്രന് വേണ്ടി സംസാരിച്ച സമയത്ത് പറഞ്ഞല്ലോ മിഥുനണ്ണൻ എനിക്ക് വേണ്ടി ഉണ്ടാവുന്നത്. കേട്ടില്ല, ഈ ലോകം കേട്ടില്ല. 12 എന്റെ മിഥുനണ്ണൻ. 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലം ആണോ? 6 കൊല്ലം നിങ്ങൾ അപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാണ് ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അയ്യോ ഞാൻ ചാറ്റ് ഇതാക്കി അത് ഞാൻ അറിയാണ്ട് പറ്റിപ്പോയാലും. എടാ ഷമീറെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസനം വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കും. നിന്റെ വെറുതെ വാസണ്ണനെ ഇട്ട് മെക്കെട്ട് കയറാൻ നിക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെയല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസണ്ണ ക്ഷമ എന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടാവും. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിയുടെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മാതി ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാടാ സ്ട്രീം? ഇവൻ ഞാനൊരു തന്നെ പറഞ്ഞില്ലേ ഗൈസ്, പുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും
സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താണോ ആൾക്കാര് ആരാണോ കൂടുതൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് അവരെ ടാർഗറ്റ് ചെയ്യാൻ ഇവൻ മിടുക്കനാണ്. ഇതിനാണ് അടിപൊളി, നല്ല സ്ട്രാറ്റജി, നൈസ്. അതായത് എന്നൊക്കെ നാല് ഗെയിം കളിക്കാറാ നായെ. ഇപ്പൊ ചിരിക്കല്ലേ, നമ്മള് പറഞ്ഞു ചിരിപ്പിക്കുന്നതാണെന്ന് പറയും, ചിരിക്കല്ലേ. ഇവന്മാര് കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളർന്ന് കളിച്ചിട്ടോ. വാസണ്ണനെ ഡ്രിഗർ ചെയ്യാൻ മാത്രം നീ വളർന്നടാ. നീ വേണമെങ്കിൽ ഇവനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആരും സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഷമീർ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാമത് അടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചന്ദ്രനായിരുന്നു അഹങ്കാരം. അത് കഴിയുമ്പോ എനിക്ക് അഹങ്കാരമായി. ഇപ്പൊ ഷമീറിന് അഹങ്കാരമായി. പയ്യെ കൊള്ളാം, തട്ടി കളിക്കുന്നവരാണ് വാസണ്ണനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാണ്. ഇനിയേട്ടൻ വാസണ്ണനെ പറഞ്ഞത് എന്റെ പൊന്നു പിന്തുണ എങ്ങനെ പറ്റണം നിങ്ങൾക്ക് ഇങ്ങനെ? സത്യം നിലപാടിന്റെ രാജകുമാരൻ. லாஸ்ட் மந்த் ஈகிளா கூகுளான்னு சொன்னவன் இப்போ வந்து ஈகிளா സത്യം. என்ன முடியல, எனக்கு இருமல் வருது. ஐயோ നിന്റെ ചെള്ള അടിച്ച് ഞാൻ പൊളിക്കും. ഇനി വാസണ്ണനെ കുറിച്ച് ഒരു അക്ഷരം എന്താ പറഞ്ഞാല് ഞാന് ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാണ്. മാതാപിത വിജയണ്ണൻ വാസുണ്ണൻ ഉയർ. അതിന് ഞാനും അതിന് വന്നടാ. സന്തോഷമാണ്, സന്തോഷം. പറഞ്ഞ നിന്നെയും വെച്ചേക്കുന്ന നിന്റെ തൊപ്പിനെ MR ഗാംഗിൽ വന്നിട്ടിരിക്കുന്ന ലാസ്റ്റ് വാങ്ങണം. ഞാൻ വാസണ്ണ ആളാണ്. അടിക്കുന്നവർ അടിക്കും. നീ വാസണ്ണനായിട്ട് പറഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതിനെ ഒരു വാക്കുള്ളൂ. ഒരു വാട്ടി சொன்னா നീയെ പേച്ച് നാനേ കേൾക്കാൻ മാട്ടേൻ. വിജയം